എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്സിന്റെ എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഷുവർ ക്വസ്റ്റ്യൻസിന്റെ. അപ്പോൾ ആ വീഡിയോ കാണാത്തതെന്നുണ്ടെങ്കിൽ കാണുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അതിലെ മിക്ക ക്വസ്റ്റ്യൻസുകളും അല്ലെങ്കിൽ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് ഓഫ് എ കോഡ് ഈസ് 4 centimeter വിച്ച് ഈസ് 3 centimeter away ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ. അതായത് ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെയുള്ള ഞാണിന്റെ നീളം 4 സെന്റിമീറ്റർ ആയാൽ വൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കുക. അതുപോലെ പരപ്പളവും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വൃത്തമാണ്. വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട്, ഇതാണ് സെന്റർ. സെന്ററിൽ നിന്ന് 3 സെന്റിമീറ്റർ, ഇവിടുന്ന് 3 സെന്റിമീറ്റർ അകലത്തിൽ ഒരു കോഡ്, എ ബി എന്ന് പറഞ്ഞൊരു കോഡാണ് കേട്ടോ, ഒരു ഞാണാണ്. ആ ഞാണിന്റെ നീളം എന്ന് പറഞ്ഞിരിക്കുന്നത് 4 സെന്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ആരം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഈ ഒ ബി ആയിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. അതായത് നമുക്ക് ഇവിടെ ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ഒ പി ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണാണ്. അങ്ങനെയാവുകയാണെങ്കിൽ നമുക്ക് ഒ ബി കണ്ടുപിടിക്കാം അല്ലെ. ഈ ഞാനിന് അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലേ, അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് കിട്ടുമല്ലോ. ഇത് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഒ ബി കണ്ടുപിടിച്ചാൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാമല്ലോ. അപ്പം റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് എത്രയാണ്? 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ചെയ്യാം അല്ലേ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 9 പ്ലസ് 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എത്രയാണ്? 30 എന്ന് വരും അല്ലെ. റൂട്ട് ഓഫ് 30 എന്ന് വരും. അപ്പം റേഡിയസ്, വൃത്തത്തിന്റെ റേഡിയസ് എത്ര കിട്ടി? സ്ക്വയർ റൂട്ട് ഓഫ് 30 എന്ന് വന്നു. മനസ്സിലായല്ലോ. ഇനി എന്താണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്? വൃത്തത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ എന്താണ് ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് എ സർക്കിൾ. അപ്പം ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? പൈ ആർ സ്ക്വയർ അല്ലെ. ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് പൈ ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ. പൈ ഇൻറ്റു റേഡിയസ് നമുക്ക് ഇവിടെ കിട്ടി, അതായത് റൂട്ട് ഓഫ് 30 എന്ന് കിട്ടി. എത്ര വരും? 13 സ്ക്വയർ എന്നല്ലേ വരുന്നത്. അപ്പൊ പൈ ഇൻറ്റു, അപ്പൊ റൂട്ട് ഓഫ് 13 അതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 13 തന്നെ കിട്ടും അല്ലേ. അപ്പൊ 13, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 13 പൈ എന്ന് വന്നു. മനസ്സിലായല്ലോ. അപ്പൊ പൈയുടെ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 ആണ് കേട്ടോ. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 40.82 എന്ന് വരും കേട്ടോ. 40.82 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആയല്ലോ. അല്ലെങ്കിൽ ഇവിടം വരെ എഴുതിയാലും മതി. അതായത് 13 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാലും മതി. അപ്പം റേഡിയസ് എത്രയാണ്? റൂട്ട് ഓഫ് 13 സെന്റിമീറ്റർ ആണ് കേട്ടോ, യൂണിറ്റ് കേട്ടോ. അതും കൂടെ എഴുതുക. മനസ്സിലായല്ലോ. ഏരിയ ഓഫ് എ സർക്കിൾ, അതുപോലെ തന്നെ റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, 1 side of a square is root of 7 centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ഇസ് ഡയഗണൽ, കാൽക്കുലേറ്റ് ദ ഏരിയ. സമചതുരത്തിന്റെ ഒരു വശം എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വികരണം എത്രയായിരിക്കും? പരപ്പളവും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് വെച്ചാൽ റൂട്ട് 7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് റൂട്ട് 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്കറിയാം എല്ലാ സൈഡും എത്ര തന്നെയാണ്? റൂട്ട് 7 തന്നെയാണ് അല്ലെ. റൂട്ട് 7 സെന്റിമീറ്റർ ആണ് എല്ലാ സൈഡും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡയഗണൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡയഗണൽ അല്ലെ, ഇങ്ങനെ വികരണം അല്ലെങ്കിൽ ഡയഗണൽ അല്ലെങ്കിൽ വികരണത്തിന്റെ നീളം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇതേ റൂള് തന്നെ അപ്ലൈ ചെയ്യാലോ ഇല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഡയഗണൽ ഡി അല്ലെങ്കിൽ വികരണം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വരും? എല്ലാ ഒരു വാല്യൂ തന്നെയാണല്ലോ. അപ്പം റൂട്ട് ഓഫ് 7 ഓൾ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 7 ഓൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ടിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര വരും? 7 വരും. 7 പ്ലസ് 7 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 40 എന്ന് വരും. അപ്പൊ റൂട്ട് ഓഫ് 40 എന്ന് കിട്ടിയില്ലേ. അപ്പം ഡയഗണലിൽ റൂട്ട് ഓഫ് 14 സെന്റിമീറ്റർ ആണ്. മനസ്സിലായി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ അല്ലെ. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാണ്ട് എത്രയാണ്? ലെങ്തിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതിയല്ലോ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്രയാണ്? റൂട്ട് ഓഫ് ലെങ്ത് എത്രയാണ്? റൂട്ട് 7 ആണല്ലേ. അപ്പം റൂട്ട് 7 എത്രയാണ്? റൂട്ട് 7 ഓൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 അല്ലെ. 7 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് d സെന്റിമീറ്റർ. വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് d ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ, അതിന്റെ ചുറ്റളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഏരിയ ഇൻ ടേംസ് ഓഫ് d, അതിന്റെ പരപ്പളവ് എത്ര ഡിയുടെ ടേംസിൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു സർക്കിളാണ്. സർക്കിളിന്റെ എന്താണ് ഡയമീറ്റർ എന്ന് പറയുന്നത് d ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയമീറ്റർ എങ്ങനെയാണ്? സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെ. ഡയമീറ്റർ അല്ലെങ്കിൽ എന്താണ് വ്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? d ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
മനസ്സിലായല്ലോ? അതിന്റെ പെരിമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പം ഡയമീറ്റർ d ആണെങ്കിൽ റേഡിയസ് എത്ര വരും? റേഡിയസ് എന്ന് പറഞ്ഞാൽ d/2 വരുമല്ലോ അല്ലെ? റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അതെന്ന് പറഞ്ഞാൽ എങ്ങനെ d/2 വരും. അപ്പൊ നമുക്ക് പെരിമീറ്റർ കാണാമല്ലോ. പെരിമീറ്റർ അല്ലെ? പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എത്രയാണ്? 2πr അല്ലേ ഇക്വേഷൻ? അതായത് ചുറ്റളവ്, വൃത്തത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2πr ആണ്, അല്ലെങ്കിൽ സർക്കംഫറൻസ് അല്ലേ 2πr ആണ്. ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? d/2 ആണ് അല്ലേ? അല്ലെങ്കിൽ നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് പൈ ഇൻറ്റു d എന്ന് നമുക്ക് എഴുതാം അല്ലേ? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ പൈ ഇൻറ്റു d എന്ന് എഴുതാം. അങ്ങനെ എഴുതാലും മതി, അല്ലെങ്കിൽ 2πr എന്നിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അപ്പൊ 2π ഇൻറ്റു d/2 എന്ന് വന്നു. അപ്പൊ 2 ഇൻറ്റു ഇവിടെ ക്യാൻസൽ ആയിട്ട് വന്നു. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? പൈ ഇൻറ്റു d എന്ന് വന്നു. അപ്പൊ പെരിമീറ്റർ എത്ര കിട്ടി? പൈ ഇൻറ്റു d. ഇപ്പൊ പെരിമീറ്റർ കാണാൻ പറഞ്ഞിട്ടുണ്ട്, പൈ ഇൻറ്റു d എന്ന് പറഞ്ഞു. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിന്റെ പരപ്പളവ് കാണാൻ ചോദിച്ചിട്ടുണ്ടല്ലോ. പരപ്പളവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? πr² അല്ലെ? ഏരിയ എങ്ങനെയാണ്? πr² ആണ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ ഇവിടെ എത്രയാണ്? d/2 ആണല്ലേ? അപ്പം d/2 ഹോൾ സ്ക്വയർ വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു d² ഡിവൈഡ് ബൈ 4. അപ്പൊ ഏരിയ എത്ര വന്നു? ഏരിയ ഈസ് ഈക്വൽ ടു എത്രയാണ്? പൈ d² ഡിവൈഡ് ബൈ 4 സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായി? അപ്പൊ പെരിമീറ്റർ പൈ d സെന്റിമീറ്റർ എന്ന് വന്നു. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് പൈ d² ഡിവൈഡ് ബൈ 4 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ഡിയുടെ ടേംസിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പൈ d സെന്റിമീറ്റർ എന്ന് പറഞ്ഞു, പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. ദെൻ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് പൈ d² ഡിവൈഡ് ബൈ 4 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ ദർ ആർ 3 ഡിഫറെന്റ് സ്ക്വയേഴ്സ്. ഇവിടെ നോക്കിയേ 3 ഡിഫറെന്റ് സ്ക്വയേഴ്സ് വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ പിയുടെ നീളം, അതായത് ഇത് കണ്ടുപിടിക്കണം. എ പിയുടെ നീളം, ഈ നീളം കണ്ടുപിടിക്കണം. പിന്നെ എന്താണ്? PQ പറഞ്ഞിട്ടുണ്ട്, PQ നീളം കണ്ടുപിടിക്കണം. ലെങ്ത് QB കണ്ടുപിടിക്കാണ്ട് പിന്നെ ടോട്ടൽ, അതായത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ലോപ്പിംഗ് ലൈൻ. ഈ AB എന്ന് പറഞ്ഞാൽ ഫുൾ ഉണ്ടല്ലോ, അതിന്റെ ലെങ്തും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ സമചതുരമാണ്, അളവ് തന്നിട്ടുണ്ട്. ഇവിടത്തെ ഇവിടെ 4 തന്നിട്ടുണ്ട്. ഈ ഒരു സൈഡ് 4 ആണ്. അപ്പൊ ഈ സൈഡ് എന്തായിട്ട് മാറും? 4 ആണ്. ഇവിടെ എന്താണ്? ഇത് 3 ആണെങ്കിൽ ഇത് എത്രയാണ്? 3 ആണ്. ഇത് 2 ആണെന്നുണ്ടെങ്കിൽ ഇതും എത്രയാണ്? 2 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് നമുക്ക് AP അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ആദ്യമേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AP ആണ് കണ്ടുപിടിക്കേണ്ടത്. AP എന്ന് പറഞ്ഞാൽ ഇതാണ്. എടുക്കാലോ? അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? √4² + 4². ഇത് പാദാണ്, ഇത് ലംബാണ്, അല്ലെങ്കിൽ ബേസും ഓൾട്ടിറ്റ്യൂഡും ആണ്. അപ്പം എന്താണ്? ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാമല്ലോ. അപ്പം 4² + 4² എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 16 + 16 അല്ലെ? 16 + 16 വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 32 എന്ന് വന്നു. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 16 × 2 എന്ന് ഫോർമാറ്റിൽ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 4√2 എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി അടുത്തതാണ് PQ അല്ലെ? PQ ആണ് കണ്ടുപിടിക്കേണ്ടത്. PQ ഈസ് ഈക്വൽ ടു ഇത് PQ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പൊ ഇതേ രീതിയിൽ തന്നെ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3² + 3². ദാറ്റ് ഈസ് ഈക്വൽ ടു √9 + 9 ആണ്. √18 വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 9 × 2 എന്ന് എഴുതാം അല്ലേ? അപ്പം 9ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 വരും. 3√2 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇത്രയും സെന്റിമീറ്റർ ആണ് കേട്ടോ. യൂണിറ്റ് ഒക്കെ നിങ്ങൾ എഴുതിക്കണം കേട്ടോ. ദെൻ അടുത്ത് ഏതാണ്? QB ആണ് കണ്ടുപിടിക്കുന്നത്. QB അല്ലേ? QB എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. QB അപ്പൊ അവിടെ എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പം 2² + 2². ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + 4 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു √8. 8 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 4 × 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 2√2 എന്ന് വന്നു. മനസ്സിലായല്ലോ? ഇനി എന്താണ് ചോദിക്കുന്നത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സ്ലോപ്പിംഗ് ലൈൻ. അതായത് ഈ സ്ലോപ്പിംഗ് ലൈൻ എന്ന് വെച്ചാൽ ഇത് AB ആണ്. ആ സ്ലോപ്പിംഗ് ലൈനിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് കണ്ടുവച്ചാൽ മതി? ലെങ്ത് ഓഫ് അല്ലേ? ലെങ്ത് ഓഫ് ABയുടെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുക. എന്ത് ചെയ്യണം? എല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ പോരെ. അതായത് AP + PQ + QB കാണുക. അതായത് AP + എന്താണ്? PQ + QB കണ്ടുപിടിച്ചാൽ നമുക്ക് ലെങ്ത് കിട്ടുമല്ലോ. അപ്പൊ എത്രയാണ്? 4√2 പ്ലസ് എത്രയാണ്? 3√2 + 2√2 കാണുക. അപ്പൊ എത്ര വരും? എല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരാ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് നോക്കുക. √2 എല്ലാത്തിനും കോമൺ ആയിട്ടുണ്ട്. അത് നമ്മൾ വെളിയിലെടുത്തു. അപ്പൊ √2 × 4 + 3 + 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു √2 × 4 + 3 + 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 9 വരും അല്ലേ? അപ്പം 9 വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 9√2 എന്ന് വരും. 9√2 സെന്റിമീറ്റർ. ക്ലിയർ ആയല്ലോ? എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ളത്?
നമുക്കറിയാം സമയത്തിൽ അല്ലെങ്കിൽ സ്ക്വയർ എടുക്കുവാണെങ്കിൽ എ പി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡയഗണൽ അല്ലേ, വികരണം അല്ല. അപ്പൊ വികരണം കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടൊരു മെത്തേഡ് അപ്ലൈ ചെയ്യാം, ഷോർട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം. അതായത് ഒരു സമയത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് എ ആണ്, ഇതും എ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ വികരണം എന്ന് പറഞ്ഞിരിക്കുന്നത് A√2 എന്ന് എടുക്കാം കേട്ടോ. അതാണ് വരുന്നത്. നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിയേ 4×4 ആണ്. ഇവിടെ വരുമ്പോൾ എത്ര വരും? 4. ഏതാണ് ഇവിടെ വശത്തിന്റെ നീളം? അതേ × 4√2 വന്നു. ഇവിടെ നിന്ന് നോക്കിയേ 3 ആണ്. ഇവിടെ നമുക്ക് റിസൾട്ട് 3√2 എന്ന് വന്നു. ഇവിടെ നിന്ന് നോക്കിയേ ഇവിടെ 2 വന്നപ്പോൾ 2√2 എന്ന് വന്നു. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതി ചെയ്യണം കേട്ടോ. പ്രോബ്ലം ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതി ചെയ്യുക. 1 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. A√2 നമുക്ക് അപ്ലൈ ചെയ്ത് ചെയ്യാം. മനസ്സിലായല്ലോ? Then അടുത്ത question, a piece of wire is bent into a circle of diameter 4 cm. If a wire of half the length is bent to a circle, what would be the diameter of that circle? What would be the area of the second circle? അതായത് ഒരു കമ്പി വളച്ച് 4 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തം ഉണ്ടാക്കി. ഒരു കമ്പി വളച്ചിട്ട് 4 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പകുതി നീളമുള്ള കമ്പി വളച്ചുണ്ടാക്കുന്ന വൃത്തത്തിന്റെ വ്യാസം എത്ര, ആ വൃത്തത്തിന്റെ പരപ്പളവ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഒരു കമ്പിയാണ്, അത് വളച്ചിട്ട് 4 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തം ഉണ്ടാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞിരിക്കുന്നത്? അപ്പം എന്താണ്, അതിന്റെ പകുതി നീളമുള്ള കമ്പി വളച്ച് ഉണ്ടാക്കുന്ന വൃത്തത്തിന്റെ വ്യാസവും അതുപോലെ തന്നെ എന്താണ് പരപ്പളവും കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒരു കമ്പി വിളിച്ച് 4 സെന്റിമീറ്റർ വ്യാസമുള്ള വൃത്തം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, അതിന്റെ സർക്കംഫറൻസ് ഇല്ലേ, സർക്കംഫറൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കമ്പിയുടെ എന്താണ് നീളം കണ്ടുപിടിക്കാമല്ലോ ഇല്ലേ. ലെങ്ത് ഓഫ് ദി വയർ ഇല്ലേ, ലെങ്ത് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ, ലെങ്ത് ഓഫ് ദി വയർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോട് ഈക്വൽ ആണ്, അതിന്റെ സർക്കംഫറൻസിനോട് ഈക്വൽ അല്ലേ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞിരിക്കുന്നത്? സർക്കംഫറൻസിനോട് ഈക്വൽ ആണ്. അതായത് ഒരു കമ്പി നമ്മളെടുത്തു, ആ കമ്പിനെ നമ്മളിങ്ങനെ സർക്കിൾ രൂപത്തിലാക്കി അല്ലെ. സർക്കിൾ രൂപത്തിലാക്കിയപ്പോൾ എന്താണ്, അതിന്റെ ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, സർക്കംഫറൻസ് കണ്ടുപിടിച്ചാൽ ലെങ്ത് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, 2πr അല്ലെ. 2πr അല്ലെങ്കിൽ πd അല്ലെ, രണ്ടും ഒന്ന് തന്നെയാണ്. πd എന്ന് കിട്ടും. അപ്പൊ ആ കമ്പി വിളിച്ച് 4 സെന്റിമീറ്റർ വ്യാസമുള്ള വൃത്തം ഉണ്ടാക്കി എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നോക്കുക, ഡയമീറ്റർ എത്രയാണ്, നമുക്ക് 4 എന്ന് എഴുതാമല്ലോ. അതായത് π×4 എന്ന് എഴുതാം ഇല്ലേ. π×4 എന്ന് എഴുതാം. ലെങ്ത് ഓഫ് ദി വയർ എന്ന് പറഞ്ഞിരിക്കുന്നത് π×4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 4π എന്ന് വന്നല്ലോ. മനസ്സിലായല്ലോ പറഞ്ഞത്? ഇനി അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി നീളം, അപ്പം സർക്കംഫറൻസ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി വയർ πd എന്ന് പറഞ്ഞു. അപ്പോൾ ഹാഫ് ദ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര വരും, ഹാഫ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് എടുക്കാം, പകുതി ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ 2π എന്ന് എടുക്കാമല്ലോ. മനസ്സിലായോ? 2π എന്ന് എടുക്കാം. ദെൻ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, അതും സർക്കംഫറൻസിനോട് ഈക്വൽ ആണ് അല്ലേ. അപ്പൊ സർക്കംഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് πd ആണ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഡി കിട്ടുമല്ലോ. ഹാഫ് ലെങ്ത് ആയിട്ടുള്ള ആ ഒരു വൃത്തത്തിന്റെ സർക്കംഫറൻസ് പറഞ്ഞിരിക്കുന്നത് 2π ആണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സർക്കംഫറൻസിന്റെ ഇക്വേഷൻ πd ആണ്. ദെൻ ആദ്യം നമുക്ക് വേണമെങ്കിൽ അതിന്റെ വ്യാസം കണ്ടുപിടിക്കാമല്ലോ. രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യാസം കണ്ടുപിടിക്കാം. അതായത് പൈയും ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാലോ. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ ഡി ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ എന്ന് തോന്നും. ഹാഫ് ലെങ്ത് ആക്കിയപ്പോ ഒരു കമ്പി വളച്ച് 4 സെന്റിമീറ്റർ വ്യാസമുള്ള വൃത്തം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4 സെന്റിമീറ്റർ വ്യാസമുള്ള വൃത്തം എന്ന് പറയുമ്പോൾ അതിന്റെ സർക്കംഫറൻസ് അല്ലെ, സർക്കംഫറൻസ് എത്രയാണ്, πd ആണ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ല. അപ്പം 4 സെന്റിമീറ്റർ വ്യാസമാണ് ഡി തന്നിട്ടുണ്ട്. അപ്പൊ 4π എന്ന് കിട്ടി. അപ്പൊ ലെങ്ത് ഓഫ് ദി വയർ എന്ന് പറഞ്ഞാൽ 4π ആണ്. അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 2π ആണ്. ആ 2π എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോട് ഈക്വൽ ആണ്, സർക്കംഫറൻസിനോട് ഈക്വൽ ആണ്. അപ്പൊ πd നമ്മൾ എഴുതി, π ക്യാൻസൽ ചെയ്ത് കളയാം. ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് 2 സെന്റിമീറ്റർ കിട്ടി. അതായത് ഹാഫ് ആക്കിയപ്പോഴുള്ള ആ വൃത്തത്തിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എത്ര കിട്ടി, 2 സെന്റിമീറ്റർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി എന്താണ് പറയുന്നത്, ആ പുതിയ വൃത്തം അതായത് പകുതി ആക്കിയല്ലോ, അപ്പൊ അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ എത്രയാണ്, πr² ആണ് അല്ലെ. πr² ആണ്. ഇവിടെ ഡി ഇതാണെന്നുണ്ടെങ്കിൽ ആർ എത്രയാണ് വരുന്നത്, 1 സെന്റിമീറ്റർ എന്ന് വരും അല്ലെ. അപ്പൊ πr² ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, π×1² എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് വ്യാസം കണ്ടുപിടിച്ച്, വ്യാസം എന്ന് വെച്ചാൽ 2 സെന്റിമീറ്റർ ആണ് അല്ലെ. വ്യാസം ഇവിടെ കിട്ടി 2 സെന്റിമീറ്റർ ആണ്. ദെൻ ഏരിയ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇഫ് എ സർക്കിൾ ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ ഈസ് 30 ഡിഗ്രി ഈസ് 5 സെന്റിമീറ്റേഴ്സ്, വാട്ട് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ, കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ. ഒരു വൃത്തത്തിൽ 30 ഡിഗ്രി കേന്ദ്രകോണുള്ള ഒരു ചാപത്തിന്റെ നീളം 5π സെന്റിമീറ്റർ, 5π സെന്റിമീറ്റർ ആണ്. വൃത്തത്തിന്റെ ചുറ്റളവ് കാണുക, വൃത്തത്തിന്റെ വ്യാസം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ?
അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യാം അല്ലെ, ഇതൊരു സർക്കിളാണ്. സർക്കിളിന്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് അല്ലെ. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നതിന് 5 പൈ ആണ് പറഞ്ഞിട്ടുണ്ട്. ഒരു വൃത്തത്തിൽ 30 ഡിഗ്രി കേന്ദ്രകോണുള്ള ഒരു ചാപത്തിന്റെ നീളം എന്ന് പറഞ്ഞിരിക്കുന്നത് 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് കേന്ദ്രകോൺ. അപ്പൊ ഇവിടെ ഒരു ഇതാണ് ഒരു ചാപം. ഈ ഒരു പോയിന്റ് നമ്മൾ ഒരു ചാപം കൺസിഡർ ചെയ്യുവാണ്. ഇതാണ് ഇവിടുത്തെ ചാപം എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതാണ് ചാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആംഗിൾ, സെൻട്രൽ ആംഗിൾ, ഇതാണ് സെൻട്രൽ ആംഗിൾ. അത് 30 ഡിഗ്രി എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രയാണ്, 5 പൈ എന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്കറിയാം ഈ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോണും അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദി ആർക്ക് നമ്മൾ റിലേഷൻ ഉണ്ട്. അപ്പൊ ലെങ്ത് ഓഫ് ദി ആർക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ, ലെങ്ത് ഓഫ് ദി ആർക്ക്. ഇക്വേഷൻ നിങ്ങൾ പഠിക്കാട്ടോ. ലെങ്ത് ഓഫ് ദി ആർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, ഈ ആംഗിൾ. സപ്പോസ് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്നുണ്ടെങ്കിൽ, ഈ ആംഗിൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ വരുന്നത് എക്സ് ഡിവൈഡ് ബൈ 360 ഇൻറ്റു സർക്കംഫറൻസ് എന്നാണ് കേട്ടോ വരുന്നത്. എക്സ് ഡിവൈഡ് ബൈ 360 ഇൻറ്റു സർക്കംഫറൻസ് എന്ന് വരും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ ഇക്വേഷൻ. ലെങ്ത് ഓഫ് ദി ആർക്ക് ആണെന്നുള്ളത് ആ പർട്ടിക്കുലർ ആംഗിൾ, കേന്ദ്രകോൺ അല്ലെ, അല്ലെങ്കിൽ എന്താണ് സെൻട്രൽ ആംഗിൾ ഡിവൈഡ് ബൈ 360 ഇൻറ്റു സർക്കംഫറൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ് ആർക്കിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ആർക്കിന്റെ ലെങ്ത് 5 p ആണെന്ന് തന്നിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ ഇല്ലേ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 30 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് കണ്ടുപിടിച്ചാൽ മതി, സർക്കംഫറൻസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇത് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ഈ ഇക്വേഷനിലേക്ക് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് ലെങ്ത് ഓഫ് ദി ആർക്ക് 5 പൈ ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ എത്രയാണ്, 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡ് ബൈ 360 ഇൻറ്റു സർക്കംഫറൻസ്. സർക്കംഫറൻസിന് ഞാൻ സി എന്ന് ഇടുവാണ് കേട്ടോ. then ഇവിടെ എത്ര വരും, ഇത് നിങ്ങളുടെ ക്യാൻസൽ പോയി. 3/36 എന്ന് പറഞ്ഞിരിക്കുന്നത് 12 വരും. ഇവിടെ 12 വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്, 5 പൈ ഈസ് ഈക്വൽ ടു 1/12 ഇൻറ്റു സി എന്ന് എഴുതി. മനസ്സിലായല്ലോ. അപ്പം ഓർ എങ്ങനെയാണ്, 12 ഇൻറ്റു 5 പൈ, 12 ഇൻറ്റു 5 പൈ ഈസ് ഈക്വൽ ടു സി എന്ന് വരും അല്ലേ. അപ്പൊ സർക്കംഫറൻസ് അല്ല കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം സർക്കംഫറൻസ് എന്ന് പറഞ്ഞ സി എത്രയാണ്, 60 പൈ എന്ന് വന്നു. ക്ലിയർ ആയല്ലോ. അപ്പം 60 പൈ സെന്റിമീറ്റർ ആണ് അവിടുത്തെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, വൃത്തത്തിന്റെ വ്യാസം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഡയമീറ്റർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്കറിയാം, സർക്കംഫറൻസ് ഇവിടെ നമുക്ക് കിട്ടി 60 പൈ എന്ന് കിട്ടി. സർക്കംഫറൻസിന്റെ ഇക്വേഷൻ കാണാനുള്ള ഇതാണ് പൈ ഡി ആണല്ലേ. സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ പൈ ഡി ആണ് ഇല്ലേ. അപ്പം നമുക്കറിയാം ഈ പൈ ഡി എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് ഇവിടെ കിട്ടി, 60 എന്ന് വന്നല്ലോ. സർക്കംഫറൻസ് ഇവിടെ 60 എന്ന് വന്നു അല്ലെ, 60 പൈ എന്ന് ഇവിടെ വന്നു അല്ലെ. മനസ്സിലായല്ലോ. അപ്പം ഈ പൈയും ക്യാൻസൽ ആയിപ്പോ അപ്പൊ ഡി ഈസ് ഈക്വൽ ടു എത്രയാണ്, 60 എന്ന് വന്നു. അപ്പൊ ഡയമീറ്റർ എത്രയാണ്, 60 സെന്റിമീറ്റർ. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. റൂട്ട് ഓഫ് 2 and 2/3 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് 2/3 എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെയുള്ള മറ്റു 2 ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്, റൂട്ട് ഓഫ് 2 ഇൻറ്റു 2/3 അത് എത്രയാണ്, 2 ഇൻറ്റു റൂട്ട് ഓഫ് 2/3 എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എഴുതാൻ അറിയാലോ. അപ്പം ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ, 6 വരും. 6 + 2 ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാം അല്ലേ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 8/3 എന്ന് വന്നു. ഇനി 8നെ നമുക്ക് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യാലോ, 4 ഇൻറ്റു 2 എന്ന് എഴുതാമല്ലോ. 4 ഇൻറ്റു 2/3 എന്ന് വന്നു. നോക്കിയാൽ ഈ 4ന്റെ റൂട്ട് എടുക്കാമല്ലോ. അപ്പൊ 2 വരും ഇല്ലേ. ബാക്കി എന്നാ ഉണ്ട്, റൂട്ടിന്റെ അകത്ത് 2/3 എന്ന് വന്നു. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയല്ലേ. അപ്പൊ ആൻസർ വന്നതല്ലേ ഇവിടെ ചോദിച്ചിരുന്നത്, 2 ഇൻറ്റു റൂട്ട് ഓഫ് 2/3 പ്രൂവ് ചെയ്യാനല്ലേ ചോദിച്ചിരുന്നത്. അപ്പം റൂട്ട് ഓഫ് 2 and 2/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് 2/3 എന്ന് വന്നു. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ബി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇതേപോലെ തന്നെയാണ് കേട്ടോ. ദാറ്റ് ഈസ് 3/8 അല്ലേ, അതെന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. 3 ഇൻറ്റു അല്ലേ, 3 ഇൻറ്റു 8 ഇനിയാണല്ലോ. 3 ഇൻറ്റു 8 + 3 ഡിവൈഡ് ബൈ 8 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 24 + 3 ഡിവൈഡ് ബൈ 8 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 27 ഡിവൈഡ് ബൈ 8 വന്നു. 27നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് 9 ഇൻറ്റു 3 അല്ലേ, ഡിവൈഡ് ബൈ 8 വന്നു. ദെൻ 9 നമുക്ക് എടുക്കാമല്ലോ, റൂട്ട് എടുക്കാം. അപ്പൊ 3 വരും. 3 ഇൻറ്റു റൂട്ട് ഓഫ് 3/8 എന്ന് വന്നു അല്ല, അതല്ലേ ആൻസർ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് 3 and 3/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു റൂട്ട് ഓഫ് 3/8. ഇനി അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത്, റൂട്ട് ഓഫ് അല്ലേ, നമുക്ക് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ സി എന്ന് പറഞ്ഞിരിക്കുന്നത്
റൂട്ട് ഓഫ് എൻ പ്ലസ് എൻ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ മൈനസ് 1 അതെന്ന് പറഞ്ഞിരിക്കുന്നത് എൻ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ മൈനസ് 1 എന്ന് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതും ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലേ. അപ്പം ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1 എൻ ഇൻറ്റു എൻ സ്ക്വയർ എൽ സി എടുക്കുകയാണെങ്കിൽ തൊട്ട് എൻ ഇൻറ്റു എൻ പ്ലസ് എൻ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ മൈനസ് 1 എന്നല്ലേ. അപ്പം എൽ സി എടുക്കുമ്പോൾ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1 അല്ലേ പ്ലസ് എൻ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ മൈനസ് 1 എന്ന് തോന്നും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പം എൻ ക്യൂബ് ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എൻ ക്യൂബ് എന്ന് വരും. മൈനസ് എൻ ഇൻറ്റു മൈനസ് 1 എന്ന് പറയുമ്പം എൻ മൈനസ് എൻ അല്ലേ, മൈനസ് എൻ ഇവിടെ വരും. അപ്പം എൻ ഇൻറ്റു മൈനസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് എൻ വന്നു, പിന്നെ പ്ലസ് എൻ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ മൈനസ് 1 എന്ന് വന്നു. റൂട്ട് ഉണ്ട് കേട്ടോ. അവിടെ മൈനസ് എന്നും പ്ലസ് എന്നും ഉണ്ടല്ലോ, അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ എന്തുണ്ട്? റൂട്ട് ഓഫ് എൻ ക്യൂബ് ഡിവൈഡ് ബൈ എൻ സ്ക്വയർ മൈനസ് 1 എന്ന് തോന്നും. ഈ എൻ ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ സ്ക്വയർ ഇൻറ്റു എൻ എന്ന് എഴുതാമല്ലോ. എൻ സ്ക്വയർ ഇൻറ്റു എൻ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഇതാണ് എൻ സ്ക്വയർ മൈനസ് 1 വന്നു. ഈ എൻ സ്ക്വയറിന്റെ റൂട്ട് നമുക്ക് എടുക്കാമല്ലോ, എൻ വരും. അപ്പം എൻ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ മൈനസ് 1. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണോന്ന്. എൻ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ മൈനസ് 1 ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ഇത്? കറക്റ്റ് ആണ്. അപ്പം ഇത് മനസ്സിലായല്ലോ. അപ്പം ഇതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാൻ കേട്ടോ. മെത്തേഡുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ കേട്ടോ, അതിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. അപ്പം അതിന്റെ ഇക്വേഷൻ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞത് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ 1 മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട കാര്യമില്ല. 2 മാർക്കിന്റെ ഒക്കെ ആണ് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം കേട്ടോ. 1 മാർക്കിന്റെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. ദെൻ അതുപോലെ തന്നെ കോഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാണും. സർക്കംഫറൻസ്, സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനും സർക്കംഫറൻസ് പരപ്പളവ് കണ്ടുപിടിക്കാനും കാണും. അതുപോലെ തന്നെ എന്താണ് കോഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക, കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഓർത്തോണം. യൂണിറ്റുകളൊന്നും മിസ് ചെയ്യല്ലോ കേട്ടോ. റിസൾട്ട് എഴുതുമ്പോൾ എന്തായാലും നിങ്ങൾ യൂണിറ്റുകൾ എഴുതിയിരിക്കണം, എങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഇക്വേഷനും എഴുതിയിരിക്കണം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. എഴുതി പഠിക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ എഴുതി വെച്ച് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്